ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 418. ഇന്ന് ഫെബ്രുവരി മാസം 21-ാം തീയതി. 52-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനം കൂടി. ഇന്ന് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ദിനമായി പരിശുദ്ധ സഭ ക്രമീകരിക്കുന്നു. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളാണ് വായിക്കാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വേദവചനങ്ങളും. മോശയുടെ ആ പ്രാരംഭകാലത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പുലരിയിൽ ചിന്തിച്ചു പോകുന്നത്. നിഴലുപോലെ കൂടെ ഉണ്ടായിരുന്ന പരിപാലിക്കുന്ന ദൈവം തന്നെ ഏറ്റെടുത്ത് പരിശീലിപ്പിച്ച് പാകപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസത്തിനായിട്ടുള്ള കാത്തിരിപ്പില്ലാതെ മോശ ചില കാര്യങ്ങളിലേക്ക് സ്വയം എടുത്തിയാടുകയാണ്. സ്വയം ഒരു നേതാവാകാനായിട്ട് ചില കുറുക്കുവഴികളെയൊക്കെ അന്വേഷിക്കുന്ന ആളുകളെ പോലെ മോശ ശ്രമിക്കുകയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. ഒരു എബ്രായക്കാരനും മിസ്രൈമിനും തമ്മിലുള്ള ഒരു ശണ്ഠയിൽ ഇടയ്ക്ക് ഇടപെടേണ്ടി വന്ന മോശ ഒടുവിലൊരു കൊലപാതകി ആവുന്നുണ്ട്. നേതൃത്വം പലർക്കും ഇതുപോലെയാണ്. കുറുക്കുവഴികൾ ഒന്നും അതിലേക്കില്ല കേട്ടോ. പരിശീലനത്തിലൂടെ, ഒരു വലിയ പക്വതയിലൂടെ, ചില നിലപാടുകളൊക്കെ ആർജിച്ചതിന് ശേഷം മാത്രമേ യഥാർത്ഥ നേതൃത്വത്തിലേക്ക് ഒരുവന് പ്രവേശിക്കാനായിട്ട് കഴിയും. എന്നാലേ അത് ഒരു ശോഭയോടുകൂടി നിലനിൽക്കുകയുള്ളൂ. അതാരൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? പുരോഹിതരും അൽമായരും എല്ലാവരും അത് വൈകിയെങ്കിലും ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. അല്ലെങ്കിൽ അഴകെല്ലാം നഷ്ടപ്പെട്ട് ഒരുവൻ്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും ഒക്കെ എന്തുമാത്രം വികൃതമാകും എന്നും ഓർക്കേണ്ടതാണ്. എന്തായാലും ഒരു കൊലപാതകമൊക്കെ ചെയ്തതിന് പിന്നീട് അടുത്തൊരു ദിവസം 2 എബ്രായ സഹോദരങ്ങളുടെ ശണ്ഠയിൽ മോശ വീണ്ടും ഒരു മധ്യസ്ഥന്റെ റോളിൽ ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ അവർ മോശയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിന്നെ നേതാവാക്കിയത് ആരാണ്? കഴിഞ്ഞ ദിവസം ഒരു മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ വന്നിരിക്കുകയാണോ നീ? മോശ ചൂളിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചോദ്യം അവരിൽ നിന്ന് മോശ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ നേതാവായി നിന്നെ നിയമിച്ചത് ആരാണ്? സ്വയത്തിലുള്ള അമിത വിശ്വാസവും ആശ്രയവും നമ്മെ എവിടെയാണ് കൊണ്ടെത്തിക്കുക? ഒരിക്കലും നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല. അമിത ആവേശം അപകടം വിളിച്ചു വരുത്തുകയോ സത്യത്തിൽ ചെയ്യുകയുള്ളൂ. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ സംഭവമാണ് ഇന്ന് പുതിയ നിയമത്തിലൂടെ നമ്മൾ ഓർക്കുന്നതും. കർത്താവെ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്നാണ് രോഗി പറഞ്ഞത്. അങ്ങക്ക് കഴിവുണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞത്, മനസ്സുണ്ടോ എന്നതാണ് ഏറ്റവും വലുത്. തന്നെ നിയോഗിച്ച പിതാവായ ദൈവത്തോട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന നല്ലൊരു നേതാവായിട്ട് കൂടി യേശുവിനെ ഈ ഒരു വേദഭാഗത്തിൽ നമുക്ക് കണ്ടെത്താം. മോശയിൽ ആരംഭിച്ച അബദ്ധങ്ങളെ യേശുവിൽ ഇവിടെ ഭംഗിയായിട്ട് തിരുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെയാണ്: യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനും രോഗശാന്തി തേടുന്നതിനും വേണ്ടി വളരെയേറെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത്തരം ഒരു സ്വയം പിറകോട്ട് മാറുന്ന ഒരു അവസ്ഥ യേശു തൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതും തൻ്റെ പിതാവാം ദൈവത്തോടുള്ള സമ്പർക്കത്തിന് വേണ്ടി. നമുക്കും പ്രാർത്ഥിക്കാം അത്തരമൊരു സമ്പർക്കം ജീവിതത്തിൽ രൂപപ്പെട്ട് കിട്ടാനായിട്ട്. ആമേൻ.